ദേവീ ശരണമമ്മേ ശ്രീലേവേലന്നുമാതേ കലിയുഗമുലകിൽ കേളിയാടുന്നു തായേ ചേലിൽ കാലാരിയൊപ്പം നലമിവടരുളാനെത്തണേ സ്നേഹശീലേ മേലിൽ കൽപാദ പൂജയ്ക്കൊരു നറുമലരായി ചേർന്നിടാം സർവലോക പാലേലീലേ വസിക്കൻ മനസ്സി സുഹൃദസന്താനവല്ലീ സുചില്ലീ. ദേവീ ശരണമമ്മേ. സുപ്രഭാതം, ശുഭദിനം. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാലവന്ദനം. ശ്രീമദ് ഭാഗവത നിത്യപാരായണ പരമ്പരയുടെ ഇന്നത്തെ യജ്ഞവേദിയിലേക്ക് സുസ്വാഗതം. ദേവി ഭാഗവതം നവമസ്കന്ധത്തിലെ 19-ാമത്തെ അധ്യായമാണ് നാം ഇന്നലെ പറഞ്ഞു നിർത്തിയത്. അടുത്തതായിട്ട് ശങ്കചൂഡനും ദേവന്മാരും തമ്മിലുള്ള യുദ്ധം. അപ്പോൾ ബ്രഹ്മാദി ദേവന്മാരെല്ലാവരും ഭഗവാന്റെ സന്നിധിയിൽ ചെന്ന് പ്രാർത്ഥിച്ചതനുസരിച്ചിട്ട് ഭഗവാൻ മഹാവിഷ്ണു ശങ്കചൂഡനെ വധിക്കാനുള്ള ഉപായങ്ങൾ അവിടെ പറയുന്ന ഭാഗമാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. തുടർന്നുകൊണ്ട് ആ ശങ്കചൂഡനെ ദേവന്മാരും ശങ്കചൂഡനും തമ്മിലുള്ള യുദ്ധത്തിനെയാണ് ഈ 20-ാമത്തെ അധ്യായത്തിൽ നാരായണ ഋഷി പറഞ്ഞു തുടങ്ങുന്നത്. ബ്രഹ്മാശിവം സന്നിയോജ്യ സംഹാരേ ദാനവസ്യ ജഗാമസ്വാലയം തൂർണം യഥാസ്ഥാനം സുരോത്തമ. ഈ ദാനവരുടെ സംഹാരത്തിനായിട്ട് ബ്രഹ്മാവ് ശിവനെ നിയോഗിച്ചിട്ട് ഉടൻ തന്നെ തൻ്റെ സ്വസ്ഥാനത്തിലേക്ക് പോയി. ചന്ദ്രഭാഗാ നദീതീരത്തുള്ള മനോഹരമായ ഒരു വടവൃക്ഷ ചുവട്ടില് ദേവകാര്യം നിറവേറ്റുന്നതിന് വേണ്ടി മഹാദേവനും വന്ന് നിലയുറപ്പിച്ചു. ഗന്ധർവോത്തമനും പ്രിയപ്പെട്ടവനുമായ ചിത്രരഥനെ അദ്ദേഹം ദൂതനായി ശങ്കചൂഡന്റെ അടുത്തേക്ക് പറഞ്ഞയച്ചു. ദേവേന്ദ്രപുരമായ അമരാവതിയേക്കാളും കുബേരന്റെ നഗരമായിട്ടുള്ള അളകാപുരിയേക്കാളുമൊക്കെ ഉത്കൃഷ്ടമായിരുന്നു ഈ ശങ്കചൂഡന്റെ പുരം എന്നാണ് പറയണത്. ശിവന്റെ ആജ്ഞ അനുസരിച്ച് ദൂതൻ അവിടെ ചെന്ന് ആ നഗരത്തിലെത്തി. 5 യോജന വിസ്താരമുള്ളതും അതിൻ്റെ 2 ഇരട്ടി നീളമുള്ളതും പളുങ്കുമണികളാൽ നിർമ്മിക്കപ്പെട്ടതും നിറയെ വാഹനങ്ങളുള്ളതുമായിട്ടുള്ള ആ നഗരം. പിന്നെ ആ നഗരത്തിൻ്റെ വർണ്ണനകളൊക്കെ അവിടെ ഗംഭീരമായിട്ട് കുറച്ച് ശ്ലോകങ്ങളിൽ കൂടി പറയുന്നുണ്ട്. ആ കൊട്ടാരത്തിന് ആകാശത്തെ സ്പർശിക്കുമാർ അത്യധികം ഉയരമുള്ള മണികൂടങ്ങൾ അതിലുണ്ട്. ദ്വാരപാലകന്മാരോട് കൂടിയ 12 വാതിലുകൾ ആ കൊട്ടാരത്തിനുണ്ട്. അതേമാതിരിയുള്ള രത്നങ്ങളെ കൊടിച്ച മണിമന്ദിരങ്ങളാലാണ് ശോഭിതമായിട്ടുള്ളത്. അത് പുഷ്പദന്തൻ, ഈ ചിത്രരഥന്റെ മറ്റൊരു പേരാണ് പുഷ്പദന്തൻ. അത് നോക്കി നടന്ന് അകത്തേക്ക് കടക്കാനുള്ള പ്രധാന പടിവാതിൽ കണ്ടു. ശൂലവുമേന്തി പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു കാവൽക്കാരനെ അവിടെ നിയോഗിച്ചിട്ടുണ്ട്. കടും ചുവപ്പുള്ള കണ്ണും ചെമ്പിച്ച നിറവും കൊണ്ട് ഭയങ്കരനായ അവനോട് വൃത്താന്തമെല്ലാം പറഞ്ഞ് അവന്റെ അനുവാദത്തോടെ പുഷ്പദന്തൻ അകത്ത് കടന്നു. ശിവന്റെ ദൂതൻ ആ വാതിൽ കടന്ന് വീണ്ടും ഉള്ളിലേക്ക് പോയി. യുദ്ധവൃത്താന്തം അറിയിക്കാൻ വന്ന ദൂതനായതുകൊണ്ട് അവനെ ആരും തടഞ്ഞിരുന്നില്ല. ഉള്ളിലെ പടിവാതിൽക്കലെത്തി അവിടെ നിൽക്കുന്ന കാവൽക്കാരനോട് പറഞ്ഞു, യുദ്ധകാര്യം അറിയിക്കാനായി ദൂതൻ വന്ന വിവരം രാജാവിനെ അറിയിക്കണമെന്ന്. എന്തായാലും ശങ്കചൂഡനെ അവരെ വിവരം വേഗം അറിയിച്ചു. അവനെ അകത്തേക്ക് പോകാൻ അനുവാദം കൊടുത്തു. അകത്ത് കടന്ന് അവൻ അവിടെ ഇരിക്കുന്നതായിട്ടുള്ള ദാനവ ഇന്ദ്രനായിട്ടുള്ള ശങ്കചൂഡനെ കണ്ടു. ആ സ്വർണ്ണ സിംഹാസനത്തിൽ ഇരിക്കുന്നതായിട്ടുള്ള ചന്ദ്രചൂഡനെ കണ്ടുകൊണ്ട് പിന്നെ അദ്ദേഹം ഇരിക്കുന്ന അദ്ദേഹത്തിൻ്റെ സഭാവർണ്ണനകളൊക്കെ അവിടെ ഗംഭീരമായിട്ട് വിവരിച്ചിട്ടുണ്ട്. 100 കോടിയോളം വാനരന്മാരാണ് അദ്ദേഹത്തിന് ചുറ്റുമുണ്ടായിരുന്നത് എന്നൊക്കെ പറയുന്നു. എന്തായാലും മഹാദേവൻ പറഞ്ഞ കാര്യം അതുപോലെ തന്നെ ഈ പുഷ്പദന്തൻ പറയുകയാണ്.
രാജേന്ദ്ര ശിവഭൃത്യോഹം പുഷ്പദന്താഭിധ പ്രഭോ യദുക്തം ശങ്കരേണൈവ തദ്ബ്രവീതി നിശാമയാ. ദൂതൻ പറഞ്ഞു തുടങ്ങാണ്, രാജേന്ദ്ര, പുഷ്പദന്തൻ എന്ന് ആണ് എൻ്റെ പേര്, ശിവഭൃത്യനാണ് ഞാൻ. ഭഗവാൻ ശിവൻ എന്നോട് എന്താണോ പറഞ്ഞിരിക്കുന്നത് അത് ഞാൻ അങ്ങോട്ട് പറയാം. കേൾക്കാൻ സന്മനസ്സുണ്ടാകണം. ഉടൻ തന്നെ ദേവന്മാരുടെ രാജ്യവും അധികാരവും അവർക്ക് വിട്ടുകൊടുക്കണം. ദേവന്മാർ ദേവേശനും പരമപുരുഷനുമായ ശ്രീഹരിയെ ശരണം പ്രാപിച്ചു. ശ്രീഹരി തൻ്റെ ശൂലവും നൽകി ശിവനെ പറഞ്ഞയച്ചിരിക്കുകയാണ്. ഈ ചന്ദ്രഭാഗ അഥവാ പുഷ്പഭ നദീതീരത്തുള്ള വടവൃക്ഷ ചുവട്ടിലെ ആ ത്രിനേത്രൻ, അതായത് മഹാദേവൻ, ദേവന്മാർക്ക് രാജ്യം വന്ന് ഇരിപ്പുണ്ട്. അങ്ങയുമായി യുദ്ധം ചെയ്യാനായിട്ട് ദേവന്മാർക്ക് അവരുടെ രാജ്യം നൽകുക, അല്ലെങ്കിൽ യുദ്ധം ചെയ്യേണ്ടി വരുമെന്നുള്ളത് തീർച്ചയാണ്. ഞാൻ ചെന്ന് എൻ്റെ പ്രഭുവായിട്ടുള്ള മഹാദേവനോട് എന്താണ് ഉത്തരം പറയേണ്ടത്, അത് എന്നോട് പറഞ്ഞയക്കൂ എന്ന് പറഞ്ഞു. ഇപ്രകാരമുള്ള ദൂതന്റെ വാക്ക് കേട്ട് ആദ്യം ശംഖചൂഡൻ ഒന്ന് ചിരിച്ചു. ഞാൻ രാവിലെ അങ്ങോട്ട് വന്നോളാം, നീ പൊയ്ക്കോ എന്ന് പറയുകയും ചെയ്തു. ആ വർത്തമാനവും കൊണ്ടവൻ വേഗം വടവൃക്ഷ ചുവട്ടിലിരുന്ന പരമേശ്വരന്റെ സന്നിധാനത്തിലെത്തിയിട്ട് വിവരങ്ങൾ പറഞ്ഞു. ശംഖചൂഡൻ നേരിട്ട് പറഞ്ഞത് അതുപോലെ തന്നെ അവൻ മഹാദേവനെ അറിയിച്ചു. അതിനിടയ്ക്ക് സ്കന്ദൻ ശിവസന്നിധിയിൽ എത്തിച്ചേർന്നു. സ്കന്ദൻ മാത്രമല്ല, വീരഭദ്രൻ, നന്ദി, മഹാകാളൻ, സുഭദ്രകൻ, വിശാലാക്ഷൻ, ബാണൻ, പിങ്കളാക്ഷൻ, വികംഭൻ, വിരൂപൻ, വികൃതി, മണിഭദ്രൻ, ബാഷ്പകളൻ, കപിലാഖ്യൻ, ദീർഘദംഷ്ടൻ, വികടൻ, താമ്രലോചനൻ, ഇതൊക്കെ ശിവഗണങ്ങളാണെന്ന് പറയാണ്. കാളകണ്ഠൻ, ബലിഭദ്രൻ, കാലജിഹ്വൻ മുതലായിട്ടുള്ള ബലവാന്മാരായിട്ടുള്ള ദുർജനൻ, ദുർഗമൻ, ഭൈരവൻ, ഏകാദശ രുദ്രന്മാരായിട്ട് അറിയപ്പെടുന്ന ആ രുദ്രന്മാരെല്ലാവരും അഷ്ടവസുക്കളും വാസവനും, ദ്വാദശ ആദിത്യന്മാരും, അഗ്നിയും, ചന്ദ്രനും, വിശ്വകർമാവും, അശ്വിനീദേവന്മാരും, കുബേരനും, യമനും, ജയന്തനും, നളകൂപരനും, വായു, വരുണൻ, ബുധൻ, കുജൻ, ധർമ്മൻ, ശനി മുതലായിട്ടുള്ള കാമദേവൻ മുതലായിട്ടുള്ളവരെ, ഉഗ്രദംഷ്ടൻ, ഉഗ്രചണ്ഡൻ, കോഢരൻ, കൈടഭൻ, അഷ്ടഭുജൻ, ഭയങ്കരി, ദേവി, ഭദ്രകാളി ശിവസന്നിധിയിലെത്തിയവരെല്ലാവരും. ഭദ്രകാളിയാകട്ടെ രക്തവസ്ത്രം ധരിച്ച് രക്തവർണ്ണമുള്ള മാലകളൊക്കെ ചെയ്ത് അണിഞ്ഞ് അനർഘരത്നങ്ങൾ കൊണ്ട് നിർമ്മിച്ച വിമാനത്തിലാണ് വന്നിരുന്നത്. ആടിയ ഈണത്തിൽ പാടിയും നൃത്തം ചെയ്തും ഭക്തന്മാർക്ക് അഭയം നൽകുന്ന ശത്രുക്കൾക്ക് ഭയം നൽകുന്നതായിട്ടുള്ള സ്വരൂപത്തില് ഖഡ്ഗം, പരിച, വില്ല്, ശരങ്ങള് മുതലായിട്ടുള്ള ആയുധങ്ങളൊക്കെ എടുത്തുകൊണ്ടാണ് കാളിയുടെ വരവ്. പിന്നെ ഏതൊക്കെ അസ്ത്രങ്ങള്, ഏതൊക്കെ ശസ്ത്രങ്ങള്, എന്തൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതെല്ലാം അവിടെ വളരെ ദീർഘമായിട്ട് പറഞ്ഞു പോകുന്നുണ്ട്. അസ്ത്രശസ്ത്രങ്ങളുടെ കാര്യങ്ങളൊന്നും ഞാനിത് അവിടെ വന്ന് അധികം പറഞ്ഞുകൊണ്ട് സമയം കളയുന്നില്ല. ബ്രഹ്മാസ്ത്രം, ഗരുഡാസ്ത്രം, പർജന്യാസ്ത്രം, പാശുപതാസ്ത്രം, ജിർമ്പണാസ്ത്രം, പർവ്വതാസ്ത്രം എന്നൊക്കെ പറഞ്ഞ് കുറേ അസ്ത്രങ്ങളുടെ പേരുകളൊക്കെ അവിടെ ധാരാളം പറയുന്നുണ്ട്. സ്കന്ദനും അവരോടൊപ്പം പിതാവായ മഹാദേവനെ വണങ്ങിയിട്ട് അദ്ദേഹത്തിൻ്റെ അനുവാദത്തോടെ അദ്ദേഹത്തിൻ്റെ അടുത്ത് മഹാദേവനെ സഹായിക്കാനായിട്ട് സ്ഥാനം പിടിച്ചു നിന്നു. ദൂതൻ പോയി കഴിഞ്ഞപ്പോൾ പ്രതാപനായിട്ടുള്ള ശംഖചൂഡൻ ദൂതൻ വന്ന് പറഞ്ഞ വൃത്താന്തമെല്ലാം തുളസിയെ അറിയിച്ചു. യുദ്ധകാര്യം കേട്ടപ്പോൾ തന്നെ അവളുടെ തൊണ്ടയും ചുണ്ടുമൊക്കെ വരണ്ടു. ഹൃദയം വേദനിച്ചെങ്കിലും മാധുര്യം വഴിഞ്ഞുമാറി അവൾ ഭർത്താവായിട്ടുള്ള ശംഖചൂഡനോട് പറയുന്നു. എന്താണ് തുളസി ശംഖചൂഡനോട് പറഞ്ഞത്? ആ ഭാഗങ്ങൾ നമുക്ക് നാളെ അവലോകനം ചെയ്തു കൊണ്ടുപോകാം. സമയം കഴിഞ്ഞിരിക്കുക കാരണം ഇന്നിവിടെ തന്നെ നിർത്തുന്നു. ശ്രീഹരയേ നമഃ, ശ്രീ മഹാദേവ്യേ നമഃ, ശ്രീ മഹാദേവായ നമഃ.